ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാനിവിടെ സുഖമായിരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ വിത്തുകൾ നമുക്ക് എത്രയും പെട്ടെന്ന് മുളപ്പിക്കാൻ പറ്റും എന്ന് പറഞ്ഞത് എനിക്കറിയണത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഹൗ ടു ജെർമിനേറ്റ് സീഡ്സ് ഫാസ്റ്റർ. ഓക്കെ, അതിൻ്റെ മുമ്പ് ഇന്ന് ഒരു സണ്ണി ഡേ കണ്ടോ. നല്ലൊരു സണ്ണി ഡേ എന്ന് ഞാനിങ്ങനെ എടുത്തു പറയുമ്പോൾ നാട്ടിലുള്ളവർക്ക് എന്നോട് ദേഷ്യം തോന്നണ്ട. അറിയാമല്ലോ, ഇവിടെ ഞങ്ങൾക്ക് സമ്മർ മന്ത്സ് വളരെ കുറവാണ്. 3-4 മാസമൊക്കെ ഉള്ളൂ ഞങ്ങൾക്ക് സമ്മർ മന്ത്സ്. ഇന്നും 18 ഡിഗ്രീസൊക്കെ ഉള്ളൂ. ഒരു ലേശം തണുപ്പൊക്കെ ഉണ്ട്, എന്നാലും ബട്ട് സ്റ്റിൽ സൂര്യനെ കാണുമ്പോൾ ഞങ്ങൾക്കൊക്കെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഇങ്ങനെയുണ്ടല്ലേ. ഓക്കെ, ഗാർഡൻ അപ്ഡേറ്റ്സും പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് വരുന്നുണ്ട്. ഈ മെയ് മാസത്തിൽ നടാൻ പറ്റുന്ന വിത്തുകളാണ് ഇതൊക്കെ. ഇത് നാട്ടിലെ ബീൻസിൻ്റെ വിത്ത് ഇതുണ്ടോ, നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. നാട്ടിൽ നിന്ന് ബീൻസിൻ്റെ വിത്താണ് ഇത്. ഇവിടെ കിട്ടുന്ന ബീൻസാണ്, ഇതാണത്. ഓക്കെ, ബുഷ് ബോൺ എന്ന് എഴുതിയിട്ടുണ്ട് ഇവിടെ. ബോൺ എന്ന് പറഞ്ഞാൽ ഈ എന്താ പറയുക, ഈ ബീൻസ്. ഓക്കെ, പിന്നെ ഇത് നാട്ടിലെ കുറ്റിപ്പയർ. ഇതിൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് തന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കൂടെ ഇന്ന് വെള്ളത്തിൽ, ഞാൻ എപ്പോഴും അങ്ങനെ കേട്ടോ ചെയ്യുന്നത്. വിത്തുകൾ മണ്ണിൽ പാവിടുന്നതിൻ്റെ മുമ്പ് ആദ്യം മിനിമം 24 hours ഞാൻ വെള്ളത്തിൽ കുതിർത്തിയിടും. എന്നിട്ടാണ് ഞാൻ മണ്ണിൽ പാവിയിടാറുള്ളൂ. ഓക്കെ, അപ്പോൾ കാരണം ഇതിടുമ്പോൾ തന്നെ നമുക്ക് അറിയാമല്ലോ ഈ വിത്തുകൾ മുളയ്ക്കുമോ ഇല്ലേ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ എല്ലാവർക്കും അറിയുന്നവർക്കല്ല, അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്. ഈ വിത്തുകൾ ഇങ്ങനെ വെള്ളത്തിൽ ഇട്ട് വയ്ക്കുമ്പോൾ ഈ അതിൻ്റെ ബോട്ടമിൽ ഏറ്റവും ചോട്ടിൽ ഉള്ള വിത്തുകൾ മുളയ്ക്കുന്നുള്ളത് ഉറപ്പാണ്. ചോട്ടിൽ നിൽക്കുന്ന വിത്തുകൾ മുളയ്ക്കും. അല്ലാണ്ട് ഇങ്ങനെ വെള്ളത്തിൻ്റെ മുകളിൽ നിൽക്കുന്ന വിത്തുകൾ അത് മുളയ്ക്കാൻ സാധ്യത കുറവാണ്. അതുകൊണ്ടാണ് നമുക്ക് ആക്ച്വലി 12 hours എടുക്കാൻ പറ്റും. പക്ഷെ ഞാൻ മാക്സിമം 24 hours കൂടെ വെക്കാറുണ്ട്. ചില വിത്തുകൾ ഒരുപാട് സമയം പിടിക്കും, അതുകൊണ്ട് തന്നെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം ആഫ്റ്റർ 24 hours കാണാം. ഡിയേഴ്സ്, അങ്ങനെ 24 hours ആയിട്ടുണ്ട്. വിത്തുകളൊക്കെ കണ്ടോ, ഇത്രയും വലുപ്പം വെച്ചിട്ടുണ്ട്. ഇനി ഇതെടുത്ത് നമ്മൾ സ്പ്രൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ജെർമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള പ്രോസസ്സ് തുടങ്ങുകയാണ്. ഓരോ സീഡും ഓരോ ഇതിലാക്കി വെച്ചാൽ അത്രയും നല്ലത്, ഓരോ ടൈപ്പ് സീഡ്സ്. ഓക്കെ, അപ്പം നമുക്ക് ഈ ബീൻസിൽ നിന്ന് തുടങ്ങാം. ഇങ്ങനെ ഇതുപോലെ ടിഷ്യൂ പേപ്പറിൽ ആക്കി വെക്കണം. ഓക്കെ, എന്നിട്ട് വെള്ളം തെളിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിനെ ക്ലോസ് ചെയ്യുക. ഇവിടെ വെള്ളം തെളിച്ച് കൊടുക്കുക.
the other side also. എന്നിട്ട് ഇത് ക്ലോസ് ചെയ്യാം. ഓക്കെ, ക്ലോസ് ചെയ്തു. ക്ലോസ് ചെയ്ത് ഇതിനെ ഇതുപോലൊരു ഇതിൽ വയ്ക്കുക, ഒരു കണ്ടെയ്നറിൽ വയ്ക്കുക, അടച്ചു വയ്ക്കുക. Again the same process for the next seeds. അതേപോലെ തന്നെ വേറെ സീഡ്സിനും സെയിം പ്രോസസ്സ്. നെക്സ്റ്റ് സീഡ് എടുത്തു. ക്ലോസ് ഇറ്റ്, അടച്ചു വയ്ക്കുക. വെള്ളം സ്പ്രേ ചെയ്യുക. അഗൈൻ ക്ലോസ് ചെയ്യുക. ഓക്കെ, ദെൻ ക്ലോസ് ചെയ്യുക. നെക്സ്റ്റ് കണ്ടെയ്നറിൽ വെച്ചു. ആൻഡ് ദ തേർഡ് വൺ. ഇത് ഈസിയസ്റ്റ് മെത്തേഡ് കേട്ടോ. പെട്ടെന്ന് മുളച്ച് കിട്ടും ചെയ്യും. നമ്മളൊന്ന് വിചാരിക്കുകയും വേണ്ട ഇത് മുളയ്ക്കോ ഇല്ലേ എന്നൊക്കെ. മുളയ്ക്കണം, മോറോർലെസ് എല്ലാം മുളച്ച് കിട്ടണം. ഓക്കെ, സ്പീഡിൽ. ഓക്കെ, here we go. അങ്ങനെ മൂന്നാമത്തെ സൈഡും കൂടെ വയ്ക്കുക. ഇവിടെ നമുക്ക് എന്താ പറയുക, ഇവിടെ ഞങ്ങൾക്ക് ഇപ്പോൾ ഇനി സമ്മറായിട്ടില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഇങ്ങനെ വിത്തുകൾ ഇത് അടച്ച് വെച്ച്, അതുകൊണ്ട് പുറത്ത് ഡയറക്റ്റ് ഇടാൻ പറ്റില്ല. അപ്പോൾ പെട്ടെന്ന് മുളച്ച് കിട്ടാൻ വേണ്ടി ഡയറക്റ്റ് ഇടാൻ പറ്റില്ല. സോ ഇങ്ങനെ ഓവൻ്റെ ഉള്ളിൽ വെച്ചു. ഓക്കെ, ഓവൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഓവൻ ക്ലോസ് ചെയ്ത് ഈ ലൈറ്റ് ഉണ്ടല്ലോ, ഈ ലൈറ്റ് മാത്രം ഓൺ ചെയ്ത് കൊടുക്കുക. ലൈറ്റ് കാണിച്ചിട്ടില്ലേ, അത് മാത്രം ഓൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു ചെറിയ ചൂട് കിട്ടിക്കൊണ്ടിരിക്കും. കണ്ടോ, ഒരു ചെറിയ ചൂട് കിട്ടിക്കൊണ്ടിരിക്കും. ഓക്കെ, അതിൽ സ്പ്രൗട്ട് ആവും. ഓക്കെ, സ്പ്രൗട്ട് ആയതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ. ഇതിങ്ങനെ ഓവനിൽ തന്നെ വെക്കണം എന്ന് നിർബന്ധമില്ല കേട്ടോ. എവിടെയെങ്കിലും ചൂട് കിട്ടുന്ന സ്ഥലത്ത്, ഒന്നെങ്കിൽ ഹീറ്ററിൻ്റെ അടിയിൽ, അല്ലെങ്കിൽ കബോർഡിൻ്റെ ഉള്ളിൽ, അല്ലെങ്കിൽ TV ഫ്രിഡ്ജിൻ്റെ ഒക്കെ സെറ്റപ്പ് ബോക്സ് ഒക്കെ ഉണ്ടാവില്ലേ, ആ സെറ്റപ്പ് ബോക്സിൻ്റെ മുകളിൽ, അങ്ങനെ എന്തെങ്കിലും ഒരു ചെറുതായിട്ട് ചൂട് കിട്ടുന്ന സ്ഥലത്തൊക്കെ വെക്കുക. ഓക്കെ, ഇത് എത്രയും പെട്ടെന്ന് 2 to 3 ഡേയ്സിൻ്റെ ഉള്ളിൽ ജെർമിനേറ്റ് ചെയ്യും. എന്നിട്ട് മുളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഓക്കെ, ഇതിങ്ങനെ വെച്ചാൽ പോരാട്ടോ,
ഓരോ ദിവസം നോക്കണം വെള്ളം നനവുണ്ടോ എന്ന് പറഞ്ഞ് നോക്കണം. അല്ലാന്നുണ്ടെങ്കിൽ വെള്ളം തെളിച്ച് കൊടുക്കണം കേട്ടോ. ഓക്കെ. ഗുഡ് മോർണിംഗ് ഡിയേഴ്സ്. ഇന്ന് സെക്കൻഡ് ഡേ ആയിട്ടേ ഉള്ളൂ, 2ാമത്തെ ദിവസം ആയിട്ടേ ഉള്ളൂ. ഇത് കണ്ടോ, കുറ്റിപ്പയറിൻ്റെ വിത്തുകൾ എല്ലാം മുളച്ചു. സൂപ്പറല്ലേ? അപ്പോൾ ഓവനിൽ വെച്ചാൽ നല്ല സക്സസ് ഉണ്ട്. ഏതായാലും സ്പീഡിലാവണമുണ്ട്, നല്ല സക്സസ് ഉണ്ട് കേട്ടോ. നമ്മൾ ഇത് മൺഡേ അല്ലേ ഓവനിൽ വെച്ചത്, ഇന്നിപ്പോൾ വെഡ്നസ്ഡേ. സൂപ്പറായിട്ട് എല്ലാ കുറ്റിപ്പയറും മുളച്ചു. ഇനിയിപ്പോൾ ഇതെല്ലാം മണ്ണിലിടണം. ബീൻസുകൾ 2ഉം ഇനി മുളച്ചിട്ടില്ല, അത് നോക്കാം എത്ര ദിവസം പിടിക്കുന്നത്. ഓക്കെ, ഇത് കാണിക്കാനായിരുന്നു. ഇന്ന് തേഴ്സ്ഡേ ആണ്. ഇന്ന് ഞാൻ നമ്മുടെ നാട്ടിലെ പംകിൻ്റെ വിത്ത്, പിന്നെ നാട്ടിലെ പടവലങ്ങ, പാവയ്ക്ക, അതേപോലെ തന്നെ കൊത്തമരക്കയുടെ വിത്ത്, ഇതൊക്കെ 24 മണിക്കൂറോളം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം എന്നിട്ട് എടുത്ത് മുളപ്പിക്കാനായിട്ട് ഇടാൻ പോകണം കേട്ടോ. ഈ പംകിൻ്റെ വിത്ത്, പടവലങ്ങയുടെ വിത്ത്, പാവയ്ക്കയുടെ വിത്ത്, ഇതിൻ്റെ ഷെൽസിനൊക്കെ നല്ല കട്ടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ സാധാരണ മണ്ണിലിട്ട് കഴിഞ്ഞാൽ മുളയ്ക്കാനായിട്ട് ഒത്തിരി ദിവസം പിടിക്കും. അപ്പോൾ അതിനുള്ള എളുപ്പ വഴിയായിട്ട് ആദ്യം വെള്ളത്തിൽ കുതിർത്തിട്ട് കഴിഞ്ഞതിന് ശേഷം അടുത്ത വഴി കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, ഈ പംകിൻ്റെ സീഡിൻ്റെ 2 അറ്റം, ഒരറ്റം ഒത്തിരി തിന്നായിട്ടും അടുത്ത അറ്റം തിക്കായിട്ടും ഉണ്ട്, കാണുന്നുണ്ടോ? ഈ തിന്നായിട്ടുള്ള അറ്റമാണ് റൂട്ട്സ് വരുന്നത്. ഈ തിക്കായിട്ടുള്ള അറ്റത്തിലാണ് മുകളിൽ ഇലകൾ വരുന്നത്, ലീഫ് വരുന്നത്. സോ ഈ റൂട്ട്സ് വരുന്ന ഈ ഭാഗം നമുക്ക് ഒന്ന് നമ്മുടെ നെയിൽ കട്ടർ വെച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, കാണുന്നുണ്ടോ? ഇത്രയും ചെയ്താൽ മതി. അതേപോലെ തന്നെ പടവലങ്ങയ്ക്കും ഈ ഭാഗം കട്ടിയുള്ളതാണ്, ഈ ഭാഗം കുറച്ച് തിന്നായിട്ടുള്ളതാണ്. അപ്പോൾ ഈ തിന്നായിട്ടുള്ള ഭാഗത്തിന് കട്ട് ചെയ്ത് കൊടുക്കുക, ലേശം ഒരു ലേശം അതിൻ്റെ ഇത് കാണുന്നത് വരെ ഒരു ലേശം ചെറുതായിട്ട്. ഇത് വേണ്ട, ഇനി ഉൾഭാഗം കാണുന്നില്ല. ഓക്കെ, ഇപ്പോൾ കാണുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ പാവയ്ക്കും സെയിം തിങ്. ഇവിടെ തിക്കായിട്ടുള്ളത് കാണുന്നുണ്ടോ? ഇവിടെ കണ്ടോ, ഈ ഭാഗം തിക്കായിട്ടാണ്, ഈ ഭാഗം തിന്നായിട്ടാണ്. അപ്പോൾ ഈ തിൻ ഭാഗമാണ് റൂട്ട്സ് വരിക, ഈ ഭാഗത്തിലാണ് ലീഫ് വരിക. അപ്പോൾ ഈ റൂട്ട്സ് വരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക, പെട്ടെന്ന് വളരാൻ വേണ്ടിയിട്ടാണ്, മുളയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അങ്ങനെ അതുപോലെ എല്ലാ സീഡ്സും ചെയ്തെടുക്കണം. എന്നിട്ട് മറ്റേ കൊത്തമരക്കേനെ അങ്ങനെ ഇടാം കേട്ടോ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഓക്കെ, എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. ആദ്യം പാവയ്ക്കയുടെ വിത്ത് വയ്ക്കാൻ പോണു. ഇത് കണ്ടോ, ഇവിടെ ഇങ്ങനെ വെച്ചു കണ്ടോ. ഇതിൽ മൊത്തം പാവയ്ക്കയുടെ വിത്തുകളാണ്. ഓക്കെ, ഇതിങ്ങനെ
ടിഷ്യൂ പേപ്പറിൽ വെച്ച് ഫോൾഡ് ചെയ്തു. ഓക്കെ, എന്നിട്ട് വെള്ളം തെളിച്ച് കൊടുക്കുക. സെയിം തിങ് വിത്ത് ബാക്ക് സൈഡ്. ഒരെണ്ണം വിത്ത് എടുക്കട്ടെ അപ്ലൈക്കാൻ. ഓക്കെ, ഇനി ഈ വിത്തിനെ ഉള്ളിലിടട്ടെ. സോ അങ്ങനെ ഈ വിത്തുകളെല്ലാത്തിനും ഇട്ടു. പാവയ്ക്കയുടെ വിത്തുകളെല്ലാം ഇട്ടു. ഒന്നും കൂടെ വെള്ളം തെളിച്ച് ഇതിലിങ്ങനെ വെച്ച് ഇതുപോലൊരു ടപ്പർ വെയറിൽ വെച്ച് അടച്ച് ഓവനിൽ വെക്കുക. ഓക്കെ, അതുപോലെ ബാക്കി എല്ലാം കൂടി ചെയ്യട്ടെ, എന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ പംകിൻ സീഡ്സ്, പാവയ്ക്ക, പടവലങ്ങ ഇതെല്ലാം കൂടെ ഇന്ന് ഓവനിൽ വെക്കാൻ പോണു. ഇന്ന് തേഴ്സ്ഡേ 16th മെയ്. ഇന്ന് തേഴ്സ്ഡേ 16th മെയ് ആണ്. നോക്കാമല്ലോ എത്ര ദിവസം പിടിക്കേണ്ടെന്ന് നോക്കാം. എത്രയും പെട്ടെന്ന് ആവേണ്ടതാണ്. ഓക്കെ, അതേപോലെ തന്നെ ഇനി കൊത്തമരക്കയും ചെയ്യാനുണ്ട്. ചെയ്ത് കഴിഞ്ഞ് എല്ലാം കൂടെ ഓവനിൽ വെക്കാൻ പോണു. സോ അടുത്ത സെറ്റ് ഓവനിൽ വെക്കാൻ പോണു. ഇതിൽ ഓൾറെഡി മൊച്ചപ്പയർ, നാട്ടിലെ 2 തരം ബീൻസ് അത് ഓൾറെഡി ഇട്ടത്, അത് ഇനി മുളച്ചിട്ടില്ല, അത് വെച്ചിരിക്കണു. കുറ്റിപ്പയർ മാത്രം മുളച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കുറ്റിപ്പയറിനെ എടുത്തിട്ടു ഞാൻ. ഇനി ഇതൊക്കെ വെക്കട്ടെ, എത്ര ദിവസം കൊണ്ട് മുളയ്ക്കേണ്ടെന്ന് നോക്കാമല്ലോ. പെട്ടെന്നാവും. ഓക്കെ, ഇതുണ്ടോ നാട്ടിലെ ബീൻസ് ഈ ഓവനിൽ വെച്ച് മുളച്ചതാണ്. ഓക്കെ, അതേപോലെ തന്നെ പാവയ്ക്ക ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, പാവയ്ക്കൊക്കെ മുളച്ചു. ഞാനതൊക്കെ ചട്ടിയിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കണ്ടോ, ഇതൊക്കെ പാവയ്ക്കാണ്. സൂപ്പറല്ലേ? അപ്പോൾ ഈ ലേറ്റായിട്ട് വിത്ത് ഇടുന്നവർക്കും ഇങ്ങനെ ചെയ്യാൻ പറ്റും. കണ്ടോ, എല്ലാം മുളച്ച്. ഇതിപ്പോൾ ഞാൻ മെനിഞ്ഞാന്ന് ഇട്ടത് കേട്ടോ. ഈ വിത്ത് മുള വന്നപ്പോൾ അതിനെ എടുത്ത് ഞാൻ മണ്ണിലിട്ടു. ഓക്കെ, എന്നിട്ടാണ് ഇത് ഇങ്ങനെ ഇരിക്കുന്നത്. അത് കുറച്ച് നേരത്തെയായിരുന്നു, ഈ തൈ കുറച്ച് നേരത്തെയായിരുന്നു. എന്നാലും ഇതൊക്കെ ഓവനിൽ വെച്ചിട്ടുള്ള പ്രോസസ്സിൽ മുള വന്നതാണ്. ഓക്കെ, അതേപോലെ തന്നെ ചോളം, പിന്നെ എന്താ പറയുക, കൊത്തമരിക്ക പയറൊക്കെ മുളയ്ക്കാറായിട്ടുണ്ട്. ഇതിപ്പോൾ ഈ ബീൻസിനെ പോലെ തന്നെ കൊത്തമരിക്ക പയർ, പിന്നെ കുറച്ച് ഞാൻ നമ്മുടെ തുണി കബോർഡില്ലേ, കബോർഡിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ പറ്റും. അതായിരുന്നു നമുക്ക് ഈസി ആയിട്ട് സ്പീഡിൽ ജെർമിനേറ്റ് ചെയ്യണമെങ്കിൽ ഇത്രയും കൂടെ ചെയ്യാൻ പറ്റും. ഇതൊന്നും സമയം ആയിട്ടില്ല, ഇനി കുറച്ചും കൂടെ സമയം എടുക്കുമായിരിക്കും. മത്തനും പടവലങ്ങയും ഒക്കെ കിട്ടുമല്ലോ, കുറച്ച് സമയം പിടിക്കുമായിരിക്കും. മുളച്ച് വന്നാൽ ഇതാക്കാം. ഓക്കെ, സോ അപ്പോൾ അങ്ങനെ സ്പീഡ് ജെർമിനേഷൻ ഇത്രയും കൂടെ ചെയ്യാൻ പറ്റും. അതായിരുന്നു കാണിച്ചത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. എവറി ക്യാൻ ട്രൈ. എല്ലാവർക്കും ഇപ്പോൾ ശ്രമിക്കാവുന്നതാണ്. അതായത് തണുപ്പ് രാജ്യങ്ങളിലുള്ളവർക്ക് മെയിനായിട്ട് കേട്ടോ. നാട്ടിൽ പിന്നെ അതിൻ്റെ ആവശ്യം വരില്ലായിരിക്കും. തണുപ്പ് രാജ്യങ്ങളിലുള്ളവർക്ക് ഇതൊക്കെ ഉപകാരപ്പെടുമായിരിക്കും. ഓക്കെ ഡിയേഴ്സ്.